എല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ വലിയൊരു മനസ്സ് വേണമെന്ന് എപ്പോഴും പറയും. പക്ഷെ എല്ലാം ഇങ്ങനെ സ്വീകരിച്ച്, എല്ലാം അക്സെപ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ എല്ലാം സഹിച്ച് നമ്മളിങ്ങനെ ജീവിക്കേണ്ട ആവശ്യമുണ്ടോ? ബൗണ്ടറീസ് ഓഫ് അക്സെപ്റ്റൻസ്, അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. എന്നോടൊപ്പം ഉള്ളത് ലൈഫ് കോച്ച് ആൻഡ് മൈൻഡ് ട്യൂണർ അനിൽകുമാർ PC. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. സാറിൻ്റെ വീഡിയോസ് കാണാനായിട്ട് കാത്തിരിക്കുന്ന ഒത്തിരി പേരുണ്ട്, എനിക്കിപ്പോൾ അറിയാം. കാരണം അതിൽ തന്നെ നമ്മുടെ കമൻറ്റിൽ തന്നെ ഉണ്ട്, ഒരുപാട് പേര് പറയുന്നുണ്ട് സാറ് പറയുന്ന കുറേ കാര്യങ്ങൾ ശരിയാണ്, അല്ലെങ്കിൽ അവരൊരു ശരി വെക്കുന്നുണ്ട്, അവരതിനു വേണ്ടി അഭിപ്രായങ്ങൾ ചോദിക്കുന്നുണ്ട്, ഇതെവിടെയാണെന്ന് അറിയാനായിട്ട് അവർക്ക് ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ അവരും അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു സാറിനെ എന്ന് വേണം പറയാൻ. ഈ ഒരു ബൗണ്ടറീസ് ഓഫ് ഈ ഒരു ബൗണ്ടറീസ് ഓഫ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? അക്സെപ്റ്റൻസിന് ബൗണ്ടറീസ് ആവശ്യമുണ്ടോ? എന്താണെന്നറിയോ, നമ്മളുടെ മനസ്സ് ഡാമേജ് ആവുന്നതും അല്ലെങ്കിൽ മനസ്സ് ഹാപ്പി ആവുന്നതും നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവുന്നതും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അത് കൂടുതലും ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഓക്കെ. നിങ്ങളുടെ ജീവിതത്തിലെ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കും പ്രാക്ടീസ് ചെയ്യാം കേട്ടോ, അനീഷയ്ക്കും പ്രാക്ടീസ് ചെയ്യാം. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ മുഹൂർത്തങ്ങൾ ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. ആ മുഹൂർത്തങ്ങളിലെല്ലാം നിങ്ങളുടെ കൂടെ ആരോ ഉണ്ടായിരുന്നിരിക്കും. ഒറ്റയ്ക്കായിരിക്കില്ലേ അത്, അതെ. ആരോ ഒരാളുണ്ടായിരുന്നിരിക്കും. ഇനി നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വേസ്റ്റ് മൊമെൻറ്റ്സ് എടുത്ത് നോക്കുക, അതിനൊക്കെ അപ്പുറത്തൊരാളുണ്ടായിരുന്നിരിക്കും. ആ വേസ്റ്റ് മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത അതിന് കാരണക്കാരനായ ഒരാൾ. മനുഷ്യ ജീവിതത്തിലെ പ്രശ്നങ്ങളിലെ വലിയൊരു ശതമാനം പ്രശ്നങ്ങൾ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് പ്രോബ്ലംസാണ്. മനുഷ്യർ തമ്മിലുള്ള പ്രശ്നങ്ങളാണ്. മനുഷ്യർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഡീല് ചെയ്താൽ തന്നെ നമ്മളുടെ മനസ്സൊരു വിധം സ്വസ്ഥമാവും എന്നുള്ളതാണ് സത്യം. അവിടെ നമ്മൾ മുൻപ് കാലം മുതൽ തന്നെ കേൾക്കുന്നൊരു വാക്കാണ് അക്സെപ്റ്റ് ചെയ്യുക. ഒരു കരിയർ പ്രോബ്ലം വന്ന് നിങ്ങളൊരു ഏതെങ്കിലും ഒരു അഡ്വൈസ് ചോദിക്കുകയാണ്, എൻ്റെ കരിയർ പ്ലേസിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അക്സെപ്റ്റ് ചെയ്യേ. ലൈഫ് പാർട്ട്ണർക്ക് ഒരു കുഴപ്പമുണ്ട്, അക്സെപ്റ്റ് ചെയ്യേ. ഇങ്ങനെ എല്ലായിടത്തും അക്സെപ്റ്റൻസ് തെറാപ്പി എന്ന് പറഞ്ഞ തെറാപ്പി തന്നെ ഉണ്ട്. അവിടെയൊക്കെ നമ്മൾ എന്താ പഠിക്കുക എന്ന് വെച്ചാൽ സിറ്റുവേഷനെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കും, വ്യക്തികളെ ആസ് ഇറ്റ് ഈസ് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കും. നല്ല കാര്യമാണ് കേട്ടോ, ഞാനും ഇത് ഒരുപാട് പഠിപ്പിക്കുന്ന ആളാണ്, അക്സെപ്റ്റൻസിൻ്റെ വാല്യൂ പഠിപ്പിക്കുന്ന ആൾ. കാരണം അത് എവിടെ അക്സെപ്റ്റ് ചെയ്യണം, എവിടെ അക്സെപ്റ്റ് ചെയ്യണ്ട എന്നുള്ളത് കൂടെ പഠിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നൊരു മനുഷ്യന് ആത്മനാശം സംഭവിക്കും, സെൽഫ് ലോസ് സംഭവിക്കും. അങ്ങനെ എല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. അക്സെപ്റ്റ് ചെയ്യാവുന്നത് എന്ത്, അക്സെപ്റ്റ് ചെയ്യരുതാത്തത് എന്ത്, ഇതിനെക്കുറിച്ചുള്ള ബോധ്യമാണ് ലോകത്തിൽ ഒരു മനുഷ്യൻ്റെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പുകളിലെ ആധുനികമായൊരു മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പരമപ്രധാനമായ ജ്ഞാനം. എന്ത് അക്സെപ്റ്റ് ചെയ്യണം, എന്ത് അക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് എക്സാമ്പിൾ പറയട്ടെ. എനിക്ക് എല്ലാവർക്കും ഒരു കോർ ബിലീഫ് സിസ്റ്റവും ഒരു കോർ വാല്യൂ സിസ്റ്റവും ഉണ്ടാവും. നമ്മളുടെ രണ്ടുപേരുടെയും കോർ വാല്യൂ സിസ്റ്റം ഡിഫറൻ്റ് ആണെന്ന് വിചാരിച്ചോ, ഓപ്പോസിറ്റ് ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഒരു സൗഹൃദം കീപ്പ് ചെയ്യാനോ മറ്റെന്തെങ്കിലും ഒരു ബന്ധം കീപ്പ് ചെയ്യാനോ പറ്റും എന്ന് തോന്നുന്നുണ്ടോ? പറ്റും. പറ്റുമോ? ആ, അതാണ് ആധുനിക മാനുഷിക ബോധം എന്ന് പറയുന്നത്. എൻ്റെ ഒരു കോർ ബിലീഫ് സിസ്റ്റമോ എൻ്റെ ഒരു കോർ വാല്യൂ സിസ്റ്റമോ അനീഷയുടേതിന് എഗെയിൻസ്റ്റ് ആണെങ്കിൽ പോലും നമുക്കൊരു ബന്ധം കീപ്പ് ചെയ്യാൻ പറ്റും. അവിടെയാണ് അക്സെപ്റ്റൻസ് വരുന്നത് അല്ലേ? അതെന്താ അവിടെ മനുഷ്യർ ചിന്തിക്കേണ്ട ഒരു പോർഷൻ എന്താണെന്നോ, എൻ്റെ കോർ വാല്യൂ സിസ്റ്റവും കോർ ബിലീഫ് സിസ്റ്റവും ഡെവലപ്പായത് കുറേയൊക്കെ എൻ്റെ ജെനറ്റിക്സ് എൻ്റെ അച്ഛനും അമ്മയിൽ നിന്നും പകർന്നു കിട്ടിയതോ, പിന്നെ ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യമോ, ഞാൻ പഠിച്ച തലങ്ങളോ, എൻ്റെ സൊസൈറ്റി, പിന്നെ എൻ്റെ പെർസെപ്ഷൻ, ഇതൊക്കെ കൂടെ ചേർന്നൊരു ഡിഫറെൻറ്റ് വാല്യൂ സിസ്റ്റം ആയിരിക്കും എൻ്റേത്. അനീഷയുടേത് അതിൽ നിന്നും ഡിഫറെൻ്റ് ആയിരിക്കാം. കാരണം അനീഷയെ ജനിപ്പിച്ച ആൾക്കാർ വേറെയാണ്, അനീഷ വളർന്ന നാട് വേറെയാണ്, കൾച്ചർ വേറെയാണ്. സോ നമ്മൾ തമ്മിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയൊരു വാല്യൂ സിസ്റ്റമോ ബിലീഫ് സിസ്റ്റമോ ഉണ്ടെങ്കിലും നമുക്കൊരു ബന്ധം പോസിബിളാണ്. എന്താണ് അവിടെ പോസിബിൾ ആവുന്നത്, എങ്ങനെയാണെങ്കിൽ അത് പോസിബിൾ ആവുന്നോ, അനീഷയുടെ വാല്യൂ സിസ്റ്റത്തിനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു, അത് അനീഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. എൻ്റെ വാല്യൂ സിസ്റ്റത്തിനെ അനീഷയും അക്സെപ്റ്റ് ചെയ്യുന്നു. നമ്മുടെ രണ്ടുപേരുടെയും വാല്യൂ സിസ്റ്റം ഘടകവിരുദ്ധമായതുകൊണ്ട് ഇത് തമ്മിൽ ക്ലാഷ് ഉണ്ടാവുന്ന ഒരു കാര്യവും നമ്മൾ തമ്മിൽ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. നമ്മുടെ വാല്യൂ സിസ്റ്റത്തിനെ ബാധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകാതിരിക്കുക. അത് പേഴ്സണലാണ് എന്ന് പറയുക. ഇപ്പോൾ പലപ്പോഴും അനുഭവിക്കുന്ന ചില സാധനങ്ങളുണ്ട്. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറയാം. ഞാൻ ഇങ്ങനത്തെ കേസുകൾ ധാരാളം ഡീൽ ചെയ്യുന്നതാണ്. എത്തീസ്റ്റായ ഹസ്ബൻഡ്, ഈശ്വരവിശ്വാസിയായ ഭാര്യ. അപ്പോൾ അവൾക്ക് എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും അമ്പലത്തിലേക്ക് പോകണം, ദൂരെയുള്ള വലിയൊരു അമ്പലത്തിലേക്ക് പോകണം.
ഭർത്താവ് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോയി വിടണം എന്ന് അവൾക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഭർത്താവ് പറയുന്നേ, നീ തനിച്ചങ്ങോട്ട് പോയാൽ മതി, മണ്ടത്തരങ്ങൾക്കൊന്നും ഞാൻ കൂട്ടു നിൽക്കില്ല. ആക്ച്വലി അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നത്. ആക്ച്വലി ആ ഹസ്ബൻഡ് ഇതാണ് ഈ വാല്യൂ സിസ്റ്റം റെസ്പെക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞ അർത്ഥം. ഭാര്യയ്ക്ക് ഈശ്വരവിശ്വാസമുണ്ട്, ഭർത്താവിന് ഈശ്വരവിശ്വാസമില്ല. ഭാര്യയുടെ ഈശ്വരവിശ്വാസത്തെ ഭർത്താവ് അക്സെപ്റ്റ് ചെയ്യണ്ട. ഈശ്വരവിശ്വാസം മണ്ടത്തരായിക്കോട്ടെ, പക്ഷെ ഭാര്യയുടെ ഇഷ്ടമുള്ളൊരു കാര്യത്തിന് ഒരു അസിസ്റ്റൻസ് കൊടുക്കുക എന്ന് പറയുന്നൊരു സ്നേഹമല്ലേ. അവൾക്കൊരു വേണ്ടപ്പെട്ട കാര്യമാണ്, അവൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അവൾക്ക് അതിലൂടെ എന്തോ റിലാക്സേഷൻ കിട്ടുന്നുണ്ട്. അതിനിപ്പോൾ ആ ഡ്രൈവ് ചെയ്താൽ എന്താ കുഴപ്പം? അത് ഞാൻ അംഗീകരിക്കാത്തൊരു കാര്യമാണെന്നുണ്ട് അങ്ങോട്ട് മാത്രം ഞാൻ ഡ്രൈവ് ചെയ്യില്ല എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അമ്പലത്തിൽ കയറല, അതാ അദ്ദേഹത്തിന്റെ താല്പര്യം. ബട്ട് ഡ്രൈവ് ചെയ്യുന്നതിന് എന്താ കുഴപ്പം? അമ്പലം വരെ കൊണ്ടുപോവുക, ചിലപ്പോൾ അരമണിക്കൂർ വെയിറ്റ് ചെയ്യുക, തിരിച്ചു വരിക, അതൊക്കെ ചെയ്യാവുന്നതല്ലേ. വാല്യൂ സിസ്റ്റം ഡിഫറെൻറ്റ്. വെജും നോൺ വെജും ആയിട്ടുള്ള ഫ്രണ്ട്സ്, ഒരാൾ വെജും ആയിരിക്കും, ഒരാൾ നോൺ വെജ് ആയിരിക്കും. അപ്പോൾ ഈ ഏതുവരെ ഈ വെജിറ്റേറിയൻ്റെ പാത്രത്തിലേക്ക് നിങ്ങൾ നോൺ വെജ് എടുത്തിട്ടിട്ട് നീ തിന്നേ പറ്റൂ എന്ന് പറയുന്നില്ലയോ അതുവരെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുമോ ബന്ധം? നിങ്ങൾ നിർബന്ധിച്ച് വായയിൽ കൊണ്ട് നോൺ വെജ് കുത്തിത്തിരികാനൊക്കെ നിന്നാൽ ചിലപ്പോൾ അവിടെ വാല്യൂ സിസ്റ്റത്തെ ഹർട്ട് ചെയ്യുമായിരിക്കും. സോ ഡിഫറെൻറ്റ് വാല്യൂ സിസ്റ്റംസ് ഉള്ളവർക്ക് ഒരുമിച്ച് പോകാൻ പറ്റും. എവിടെയാണ് വാല്യൂ സിസ്റ്റം മിസ്മാച്ച് ഉള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഭാഗങ്ങളിൽ ഓക്കെ നിനക്കത് ചെയ്യാം, ഞാനത് ചെയ്യില്ല എന്ന്. ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ. എനിക്ക് കുറേ ഞാനുമായിട്ട് വളരെ അടുപ്പമുള്ള കുറച്ച് പേർക്ക് നല്ല മദ്യപാനമുണ്ട്, പക്ഷെ ഞാൻ മദ്യപിക്കാറില്ല. അപ്പോൾ ചിലപ്പോൾ എന്നെയൊക്കെ കാണാൻ വരും. അപ്പോൾ അവരൊരു റൂം എടുത്ത് താമസിക്കുന്നുണ്ടാവും നമ്മുടെ തൊട്ടടുത്ത് എവിടെയെങ്കിലും വന്നിട്ട്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ടാണ് അവരെ വിസിറ്റ് ചെയ്യുക. അപ്പോൾ അവർ മദ്യപിക്കുമായിരിക്കും. അപ്പോൾ അവർ മദ്യപിക്കുകയാണ്, അവരെ ഞാൻ തടയില്ല. അവരോട് ഞാൻ മുൻപ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതൊക്കെയാണ് കേട്ടോ, മദ്യപാനത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാ. അവർക്കത് മാറ്റാൻ ഉദ്ദേശമില്ല, അവർക്കത് മാറ്റണമെന്ന് ആഗ്രഹമില്ല. പിന്നെ ഇപ്പം എനിക്കെന്താ പ്രശ്നം? വേടാ മരിച്ചു പോകൂടാ എന്ന് പറഞ്ഞാൽ മരിച്ചോട്ടടോ എന്ന് പറയും. അങ്ങനത്തെ ആളുകളോട് പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ നമ്മുടെ നിലപാട് എന്താണെന്നറിയോ? അവർ മദ്യപിക്കട്ടെ, ഞാൻ മദ്യപിക്കുന്നില്ല. എന്നെ എങ്ങാൻ നിർബന്ധിച്ച് കുടിപ്പിക്കുന്ന രീതിയിൽ ബലമൊക്കെ പ്രയോഗിച്ച് കുടിപ്പിക്കുകയാണെങ്കിൽ അല്ലേ അവിടെ പ്രശ്നമുള്ളൂ. പുള്ളി അവിടെ ഇരുന്ന് കുടിക്കുന്നതിന് എനിക്കെന്താ കുഴപ്പം? പുള്ളി എന്നോട് മാന്യമായി പെരുമാറുന്നുണ്ടെങ്കിൽ എനിക്കെന്താ കുഴപ്പം? പിന്നെ സോ ഇതൊക്കെ അക്സെപ്റ്റൻസ് അല്ലേ. ഡിഫറൻസ് ഉണ്ടായിട്ടും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സൊസൈറ്റിയിൽ. എവിടെയാണ് അക്സെപ്റ്റൻസ് ഒരു പ്രശ്നമാവുന്നതെന്നറിയോ? ഈ ബൗണ്ടറീസ് കൊടുക്കേണ്ട സ്ഥലം. നമ്മളുടെ അക്സെപ്റ്റൻസ് ഒരു കീഴടങ്ങിക്കൊടുക്കലിന്റെ ഭാവം വരുന്നുണ്ടോ നോക്കണം. ഇത് വളരെ സൂക്ഷ്മമാണ്. അവിടെ കീഴടങ്ങൽ പോലത്തെ ഒരു ഫീല് വരുന്നുണ്ടോ നിങ്ങൾക്ക്? അവർ മേലെയും നിങ്ങൾ താഴെയും എന്ന് പറയുന്ന ഫീല് വരുന്നുണ്ടോ? ഈ ഫീലിനെ നോട്ട് ചെയ്യണം. നിങ്ങളുടെ അക്സെപ്റ്റൻസ് മറ്റൊരാൾ നിങ്ങൾക്ക് എതിരെയുള്ള ചില നടപടികൾ ചെയ്യുമ്പോഴും, ഫോർ എക്സാമ്പിൾ ബോഡി ഷെയ്മിങ്, ബുള്ളിയിങ് പോലത്തെയൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങളും ഗതികേട് കൊണ്ട് ചിരിക്കേണ്ടി വരുന്നുണ്ടോ? ചിലപ്പോൾ അങ്ങനെയൊക്കെ എല്ലാവരും കൂടെ നിങ്ങളെ കളിയാക്കിയിട്ടൊരു തമാശ പറഞ്ഞു, 10 പേരും അതിൽ ചിരിച്ചു, നിങ്ങൾ മാത്രം സങ്കടപ്പെട്ടാൽ പിന്നെ അവരെന്ത് വിചാരിക്കുന്നു വിചാരിച്ച് നിങ്ങളും കൂടെ അങ്ങോട്ട് ചിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ അത് ഉള്ളിൽ ഏൽപ്പിക്കുന്ന ആഘാതം ചിലപ്പോൾ വളരെ വലുതായിരിക്കും. തമാശയെ തമാശയുടെ സെൻസിൽ എടുക്കുകയാണെങ്കിൽ ഓക്കെ, പക്ഷെ ചില തമാശ എല്ലാവർക്കും തമാശയുടെ സെൻസിൽ എടുക്കാൻ പറ്റില്ല. അത് നമ്മുടെ വളരെ പെയിൻ പോയിന്റ് ആയിട്ട് കിടക്കുന്ന സാധനത്തൊക്കെ തൊട്ടിട്ട് തമാശ പറയും ചിലർ. അപ്പോൾ അത് തമാശയായിട്ട് തോന്നില്ല. ഇത്തരം ഘട്ടങ്ങളിൽ തമാശയായിട്ട് ഉപയോഗിക്കുന്ന ഏരിയ, പക്ഷെ നിങ്ങൾക്കത് ശരിക്കും ഹർട്ടിങ് ആണ്. അതിനെ അക്സെപ്റ്റ് ചെയ്യരുത്. അവിടെ നമ്മൾ വാർണിംഗ് കൊടുക്കണം, പേഴ്സണലായിട്ടെങ്കിലും. ഇനി ആൾക്കൂട്ടത്തിൽ വെച്ച് ഇങ്ങനത്തെ കമൻറ്റ് പറയരുത് കേട്ടോ എന്നോട്, എന്നെക്കുറിച്ച്, എനിക്കത് ഭയങ്കര ഹർട്ടിങ് ആണ് എന്ന് അക്സെപ്റ്റ് ചെയ്യരുത്. അവിടെ പറയണം നമ്മളത് എനിക്ക് ഹർട്ടിങ് ആണ്, ഇവിടെ നിന്ന് അക്സെപ്റ്റ് ചെയ്യരുത്. പിന്നെ ഒരു അക്സെപ്റ്റൻസ് ചൂഷണത്തിന് ഇരയാക്കുമെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യരുത്. ശരി, ഞാനൊരു ഡിഫറൻസ് പറഞ്ഞുതരാം. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് മനസ്സിലാക്കാൻ. ഇത് പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു സർക്കിൾ ഓഫ് കൺട്രോൾ പ്രാക്ടീസ് എന്ന് പറഞ്ഞ പ്രാക്ടീസ് ഉണ്ട്. ഇത് നമ്മളൊരു ബുക്കോ ഒരു പേപ്പറോ വല്ലതും എടുത്തിട്ട് വർക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതൊരു എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഞാനൊരു ഐഡിയ കൊടുക്കുകയാണ്. ഒരു പേപ്പർ എടുക്കുക, അതിൻ്റെ നടുവിലൊരു വട്ടം ഇടുക. ഈ വട്ടത്തിൻ്റെ ഉള്ളിൽ വാട്ട് ഈസ് ഇൻ മൈ കൺട്രോൾ, വട്ടത്തിൻ്റെ പുറത്ത് വാട്ട് ഈസ് ഔട്ട് ഓഫ് കൺട്രോൾ, നമ്മുടെ കൺട്രോളിലല്ലാത്തത്. എന്നിട്ട് നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ പേപ്പറിലൊന്ന് എഴുതണം. ഇൻ കൺട്രോൾ എന്ന് തോന്നുന്നതിനൊക്കെ ഈ റൗണ്ടിനുള്ളിൽ എഴുതണം. ഔട്ട് ആണ്, കൺട്രോൾ ഇല്ല എന്നുള്ളതാണ് പുറത്ത് എഴുതുക. അപ്പോൾ എന്താണ് ഈ ഉള്ളിൽ കൺട്രോൾ ഉള്ളത്, നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നത്
എന്ന് പറയുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് എൻ്റെ കൺട്രോളിലാണ്. ഞാൻ എങ്ങനെ ചിന്തിക്കണം അതെൻ്റെ കൺട്രോളിലാണ്. ഞാൻ എങ്ങനെ പെരുമാറണം എൻ്റെ കൺട്രോളിലാണ്. മറ്റൊരാൾ എന്നോടൊരു കാര്യം പറയുമ്പോൾ ഞാനതിനെ ഏത് സെൻസിലെടുക്കണം ഇതെൻ്റെ കൺട്രോളിലാണ്. ഇങ്ങനെ നമ്മളുടെ കൺട്രോളിൽ നമുക്ക് മാറ്റാവുന്ന കാര്യങ്ങളുണ്ട്, നമ്മുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാതെ. ചില കാര്യങ്ങളുടെ മീനിങ് മാറ്റിയാൽ തന്നെ, നമ്മളതിന് കൊടുക്കുന്ന മീനിങ് മാറ്റിയാൽ തന്നെ നമ്മൾക്ക് സമാധാനം ഉണ്ടാവുന്നേ. ഞാനൊരു ഉദാഹരണം പറയട്ടെ. എൻ്റെ ഒരു സുഹൃത്തുണ്ടായി, കുറേ കാലങ്ങളായിട്ടുള്ള സുഹൃത്താണ്. അവനെ അവൻ്റെ അച്ഛൻ കഴിവേറി എന്ന് വിളിച്ചു. ഇത് പൊതുവെ തെറിയോ മറ്റോ ആയിട്ട് ഉപയോഗിക്കുന്നൊരു വാക്കാണ്, കുറച്ച് ഹർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ്. ഇത് കേട്ടിട്ട് അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു എന്നെക്കുറിച്ച്. അപ്പം ഞാൻ പറഞ്ഞു, നല്ല വാക്കല്ലേ ഈ പറഞ്ഞിരിക്കുന്നത്, കഴിവ് പ്ലസ് ഏറിയ ആള്. കഴിവ് എന്ന് പറഞ്ഞാൽ സ്കിൽസ്, ഏറുക എന്ന് പറഞ്ഞാൽ കൂടുതൽ, നല്ല സ്കില്ലുള്ളവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിനെ നീ കേട്ടിട്ട് നീ എന്തിനാ കഴിവേറി എന്ന് വിളിച്ചത്, അതെന്തിനാ വിഷമിക്കുന്നത്, നല്ല വാക്കാണല്ലോ. അപ്പം നമുക്ക് അതിൻ്റെ മീനിങ് ഇൻ്റർപ്രിട്ടേഷൻ മാറ്റാം. ഞാനിങ്ങനെ എൻ്റെ ജീവിതത്തിൽ പേഴ്സണലിയാണ് ഞാൻ പറയുന്നത്, ഇൻ്റർപ്രിട്ടേഷൻ മാറ്റിയിട്ട് ഒരുപാട് സമാധാനം കണ്ടെത്തിയിട്ടുണ്ട്. എനിക്ക് എൻ്റെ ചില അടുത്ത ആളുകൾ എനിക്ക് അഹങ്കാരി എന്ന് പേരിട്ടിട്ടുണ്ട്. കാരണം ഞാൻ എൻ്റേതായ ഒരു വഴിയിലൂടെ ജീവിക്കുന്നവനാണ്. അഹങ്കാരി എന്ന് പേരിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ശരിക്കും അഹങ്കാരി എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ ചിന്തിച്ച് കണ്ടെത്തിയ ഒരു കാര്യമുണ്ട്. അഹം എന്ന് പറഞ്ഞാൽ ഞാൻ. അപ്പോൾ അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് വേണ്ടി ചിന്തിക്കുകയോ ഞാൻ എന്നെക്കുറിച്ച് കൂടുതൽ ബോധേഡായിരിക്കുകയോ ചെയ്യുന്നൊരവസ്ഥയാണ് അഹങ്കാരി. ഞാൻ എന്നതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വ്യക്തി എന്നാണ് അർത്ഥം. സത്യമാണത്. ഞാൻ അങ്ങനെ ഒരു മനുഷ്യനാണ്. ഞാൻ എന്നതിന് ഞാൻ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. കാരണം എനിക്കൊരു കാര്യം അറിയാം, ഞാൻ എന്നതിന് ഈ ലോകത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേറൊരുത്തിനില്ല. അതിന് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനത് ചെയ്യും. അതിന് ഇനി ഒരാൾ അഹങ്കാരി എന്ന് പേരിട്ട് വിളിക്കുന്ന, അഹങ്കാരി ഈസ് എ ഗുഡ് വേർഡ്. തൻ്റെ ഇടമുള്ള, തൻ്റേടി ഇങ്ങനെയൊക്കെ വിളിക്കുന്നിട്ടില്ലേ, തൻ്റേടി. തൻ്റേതായ ഇടമുള്ളവനാണ് തൻ്റേടി. ഇപ്പോൾ അനീഷ ആരെങ്കിലും അവളൊരു തൻ്റേടി ആയിട്ടുണ്ട് ഇപ്പോൾ ഈയിടെയായിട്ട് എന്ന് പറഞ്ഞെന്ന് വിചാരിച്ചോ, യെസ് യെസ് ഓഫ് കോഴ്സ് എന്ന് പറയണം. എന്താണെന്നറിയോ, തൻ്റേതായ ഇടമുള്ളതാണ് തൻ്റെ ഇടം. അത് പേഴ്സണൽ സ്പേസ് കീപ്പ് ചെയ്യുന്നവരെയാണ് നമ്മൾ തൻ്റെ ഇടക്കാരി എന്നൊക്കെ വിളിക്കുക. ഇനി താൻ തോന്നി, തനിക്ക് തോന്നുന്നത്, തൻ്റെ തോന്നലുകളിൽ അനുസരിച്ച് ജീവിക്കുന്നവർ. തൻ്റെ തോന്നലുകളെല്ലാം ശരിയാവണമെന്നില്ല, അതിൽ അവനവനൊരു കൺട്രോൾ കൊണ്ടുവരണം. പക്ഷെ എന്നാലും ആരുടെയെങ്കിലും തോന്നലുകളെ ഫോളോ ചെയ്യാതെ അവനവൻ്റെ തോന്നലുകളെ ഫോളോ ചെയ്യുന്നവൻ, നമ്മുടെ ചിന്തകൾക്കനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവൻ താൻ തോന്നി. ഇപ്പം ഞാനിതൊക്കെ എന്തിനാ ഉദാഹരണം പറഞ്ഞു തന്നോ, ചില വാക്കുകൾ, നമ്മളെ ചില ആളുകൾ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് നമ്മളൊരു റൈറ്റ് ഇൻ്റർപ്രിട്ടേഷൻ, പോസിറ്റീവ് ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ വാക്ക് ഹർട്ടിങ് അല്ലാതെ ആവുന്നില്ലേ. അപ്പം അക്സെപ്റ്റ് ചെയ്യാൻ ഇങ്ങനെയും പറ്റും. ഇപ്പം എന്നെ അഹങ്കാരി എന്ന് വിളിച്ചാൽ യെസ് ഓഫ് കോഴ്സ് ഐ എം എൻ അഹങ്കാരി എന്ന് എനിക്ക് പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ്, എനിക്കൊരു മീനിങ് ഉണ്ട് അതിന്. അയാൾ ഉദ്ദേശിച്ച മീനിങ് തന്നെ ഞാൻ കൊടുക്കണം എന്ന് വല്ല നിർബന്ധമുണ്ടോ? എനിക്കതിനൊരു മീനിങ് ഉണ്ട്. ഇങ്ങനെയുള്ള ടെക്നിക്കൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് കുറേ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ സർക്കിൾ ഓഫ് കൺട്രോൾ പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇതിൻ്റെ പുറത്ത് കിടക്കുന്ന സാധനങ്ങളുണ്ട്. അതേഴ്സ് ബിഹേവിയർ, മറ്റൊരാളുടെ പെരുമാറ്റം നമ്മുടെ നിയന്ത്രണത്തിലല്ല. മറ്റൊരാൾ എങ്ങനെ ചിന്തിക്കണമെന്ന് നമ്മുടെ നിയന്ത്രണത്തിലല്ല. ഞാൻ പറഞ്ഞൊരു വാക്കിന് മറ്റൊരാൾ ഏത് സെൻസിലെടുക്കണം എന്നുള്ളത് നമ്മുടെ നിയന്ത്രണത്തിലല്ല. ഇങ്ങനെ കുറേ കാര്യങ്ങൾ വരും കേട്ടോ, നിങ്ങൾക്കിത് എഴുതാവുന്നതാണ്. നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങൾ, ഇതാദ്യം ക്ലിയർ ആയിരിക്കണം. നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്ത് അക്സെപ്റ്റ് ചെയ്യുക. നമ്മുടെ നിയന്ത്രണത്തിൽ വരുന്ന കാര്യങ്ങൾ വരുമ്പോൾ അക്സെപ്റ്റ് ചെയ്യണ്ട. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അവിടെ നമ്മൾക്ക് പല വഴികളിൽ അക്സെപ്റ്റ് ചെയ്യണ്ട എന്ന് പറയാമെന്ന് വിചാരിച്ചോ, അവിടെ പിന്നെ എന്താ ചെയ്യുക? നിങ്ങൾക്ക് ഒന്നുകിൽ പ്രതികരിക്കാം, അക്സെപ്റ്റ് ചെയ്യണ്ട, പ്രതികരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്നും മാറാം, കുറച്ച് അകലം കീപ്പ് ചെയ്യാം, അത്ര ടച്ച് ഇല്ലാതിരിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ കൂടെ ഉണ്ടാവുന്ന ഇടപാടുകൾക്ക് ചില ക്രൈറ്റീരിയാസ് ഒക്കെ വെക്കാം. എന്നോട് ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ക്രൈറ്റീരിയാസ് വെക്കാം. ഇങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാവുന്നതല്ലേ. അക്സെപ്റ്റൻസിലേ നാലായിട്ട് തരംതിരിച്ചിട്ട് ഒരു ചെറിയ ഒരു ഐഡിയ കൂടെ പറഞ്ഞുതരാം. ചില കാര്യങ്ങൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ഇതിനെ നമ്മൾ വസ്തുതകൾ എന്നാണ് വിളിക്കുക. വസ്തുതകൾ. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരാൾ മരിച്ചുപോയി, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരാൾ പോയി, നമുക്കത് അക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റൂ. വേറെ വല്ല വഴിയുണ്ടോ? നമ്മളോട് മുൻപ് സ്നേഹമുണ്ടായിരുന്ന ഒരാൾക്ക് ഇപ്പം സ്നേഹമില്ലാതായി, എന്ത് ചെയ്യാൻ പറ്റും? അക്സെപ്റ്റ് ചെയ്യണം. ചിലപ്പോൾ കുറച്ചൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് പറ്റുന്നില്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ തന്നെ പറ്റുള്ളൂ, അല്ലേ?
നമ്മൾക്കൊരു ജോലി ഉണ്ടായിരുന്നു, അത് നഷ്ടമായി. ആ ജോലി ഇപ്പം ഇല്ല, ആ കമ്പനി പൂട്ടി. എന്ത് ചെയ്യാൻ പറ്റും? അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇതൊക്കെ വസ്തുതകളാണ്. പക്ഷെ നമുക്ക് വസ്തുതകൾ വേറെ ട്രൈ ചെയ്യാം. ട്രൈ ചെയ്യാം. ട്രൈ ചെയ്യാം. ബട്ട് പ്രസൻ്റ്ലി ഇതാണ് സിറ്റുവേഷൻ, ഇതിനെ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ഇതാണ് വസ്തുതകൾ. ഇനിയൊന്ന് അക്സെപ്റ്റ് ചെയ്യേണ്ടത് എന്തിനാണെന്നറിയോ? ഇമോഷൻസിനെ അക്സെപ്റ്റ് ചെയ്യണം. എൻ്റെ റെഗുലർ ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്ന ആളുകൾ, ഓഫ്ലൈനിലും ഓൺലൈനിലുള്ള എൻ്റെ എല്ലാ കോഴ്സുകളിലും ക്ലാസ്സുകളിലും പങ്കെടുക്കുന്ന ആളുകൾ ചിലർ എന്നോട് പറയുന്നൊരു പരാതിയുണ്ട്. ഒരു മെസ്സേജ് വരും. എന്തായിരിക്കുമെന്നറിയോ? അതെ, ഞാൻ 6 മാസമായി നിങ്ങൾ പറയുന്നതൊക്കെ ഫോളോ ചെയ്യുന്നു. ഞാൻ വളരെ കാം ഡൗൺ ആയതായിരുന്നു, ഞാൻ അഗ്രസീവായിരുന്നു, ഞാൻ വളരെ കാം ഡൗൺ ആയിരുന്നു. ബട്ട് ഇന്നലെ ഞാൻ എൻ്റെ ഭർത്താവിനോട് ദേഷ്യപ്പെട്ടു, ഇന്നലെ ഞാൻ എൻ്റെ കുട്ടികളോട് ദേഷ്യപ്പെട്ടു, ഇന്നലെ ഞാൻ എൻ്റെ ഭാര്യയോട് ദേഷ്യപ്പെട്ടു. ഇങ്ങനെയൊക്കെ പറഞ്ഞു. എൻ്റെ എല്ലാ കോൺഫിഡൻസും പോയി. ഞാനൊന്നും നന്നാവൂല സാറേ, എന്നെ കൊടുത്ത് കിണറ്റിലിടണം, ഞാനൊരു തോൽവിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മളോട് സംസാരിക്കുക. അപ്പം ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്താ നിങ്ങൾ ദേഷ്യപ്പെട്ട കുഴപ്പം? നിങ്ങൾ ജീവിതത്തിൽ ദേഷ്യപ്പെടാനേ പാടില്ല എന്ന് വല്ല നിയമം എഴുതി വെക്കരുത്. അങ്ങനെ എഴുതി വെക്കരുത് ജീവിതത്തിൽ. ദേഷ്യപ്പെടൽ ഈസ് നോർമൽ, മനുഷ്യർക്ക് ഉണ്ടാകുന്നൊരു ഇമോഷനാണത്. അക്സെപ്റ്റ് ഇറ്റ്. എനിക്ക് ദേഷ്യം എന്ന് പറയുന്നത് എൻ്റെ ഏതോ ബൗണ്ടറിയിൽ ആരോ കയറി കാല് വെച്ചു എന്നുള്ളതിൻ്റെ പ്രൂഫാണ്. അതാണ് ദേഷ്യം എന്ന് പറയുന്ന സാധനം. അപ്പം ദേഷ്യം മനുഷ്യ സഹജമാണ്. ചില ആളുകൾ പറയും, ഞാൻ കുറേ കാലമായിട്ട് നല്ല ഹാപ്പി ആയിരുന്നു, ബട്ട് കഴിഞ്ഞ ആഴ്ച മുതൽ വല്ലാത്തൊരു മൂഡ് ഡാമേജാണ്, വലിയ ഹാപ്പിനെസ് ഇല്ല, സാഡ്നെസ് വന്നിരിക്കുന്നു ജീവിതത്തിൽ. എന്താണ് ദുഃഖിച്ച കുഴപ്പം? ദുഃഖം, ദുഃഖം, നിരാശ, ദേഷ്യം, ഇറിറ്റേഷൻ, ഇതെല്ലാം ചേർന്നതാണ് മനുഷ്യജീവിതം. നമ്മൾ ഈ നെഗറ്റീവ് പോസിറ്റീവ് എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ആക്ച്വലി 2 ടൈപ്പ് ഇമോഷൻസേ ഉള്ളൂ. പ്ലസൻറ്റ് ഇമോഷൻസും അൺപ്ലസൻറ്റ് ഇമോഷൻസും. അൺപ്ലസൻറ്റ് ഇമോഷൻസിനോട് നമുക്ക് വലിയ താല്പര്യമില്ല എന്നുള്ളതാണ് പ്രശ്നം. ബട്ട് ദേഷ്യം, നിരാശ, സങ്കടം, സന്തോഷം, ആനന്ദം, സമാധാനം, സ്നേഹം, ഇങ്ങനെയുള്ള സകല ഇമോഷൻസും ഉള്ളൊരു ജീവിയെ വിളിക്കുന്ന പേരാണ് മനുഷ്യൻ. അത് അക്സെപ്റ്റ് ചെയ്യണം. എനിക്ക് ദേഷ്യം വരാൻ പെർമിഷൻ ഉണ്ട്, എനിക്ക് സങ്കടം വരാൻ പെർമിഷൻ ഉണ്ട്. എങ്ങനെ സന്തോഷവും സങ്കടവും അതുപോലെ സുഖവും ദുഃഖവും ഒക്കെ ദ്വന്ദ്ങ്ങളായി നിൽക്കുന്നു, ഡ്യുവാലിറ്റീസാണ്. ഇതിനെല്ലാം എന്നിൽ പ്രവേശിക്കുവാൻ അല്ലെങ്കിൽ എന്നിൽ നിന്നുണ്ടാകുവാൻ അനുവാദമുണ്ട്. ഒറ്റ കാര്യമുള്ളൂ, അൺപ്ലസന്റ് ഇമോഷൻസ് സ്ഥിരമായി പോകരുത്. ആ ഡിപ്രഷനിലേക്ക് മാത്രമല്ല മറ്റുള്ളവരെ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ ഹർട്ട് ചെയ്യരുത്. അതെ, ഒരാളെ ഹർട്ട് ചെയ്താലും നമ്മളത് അപ്പോളജൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദേഷ്യത്തിന്റെ കാര്യത്തിൽ എനിക്കത് പറയാനുണ്ട്, അല്ലെങ്കിൽ ലൈസൻസ് കിട്ടി നമുക്ക് ദേഷ്യപ്പെടാം. അങ്ങനെയല്ല, ദേഷ്യം എന്ന ഇമോഷൻ ഉണ്ടാവാൻ എനിക്ക് അനുവാദമുണ്ട്. പക്ഷെ ദേഷ്യം എന്ന ഇമോഷനും ദേഷ്യം എന്ന പ്രകടനവും തമ്മിൽ വ്യത്യാസമുണ്ട്. ദ ഫീലിംഗ് ഓഫ് ആങ്കർ ആൻഡ് ദ എക്സ്പ്രഷൻ ഓഫ് ആങ്കർ രണ്ടും രണ്ടാ. അപ്പോൾ ഒരാൾക്ക് ദേഷ്യം, ഫീലിംഗ് ഓഫ് ആങ്കർ ഉണ്ടായി, അത് എനിക്കും നിനക്കൊക്കെ ഉണ്ടാവാം. ബട്ട് എക്സ്പ്രഷൻ ഓഫ് ആങ്കർ ഐഫോൺ എറിഞ്ഞ് പൊട്ടിക്കലാവാം, ചീത്ത വിളിക്കലാവാം, ഇറങ്ങിപ്പോവലാവാം, പലതും സംഭവിക്കാം. അപ്പോൾ എക്സ്പ്രഷൻ ഓഫ് ആങ്കറിൽ മാത്രമാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. വലിയ നാശനഷ്ടങ്ങളൊന്നും ഇല്ലാതെ എങ്ങനെ കോപിക്കാം എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്, അല്ലാതെ കോപിക്കാതെ എങ്ങനെ ഇരിക്കാം എന്നല്ല. എൻ്റെ കോപം വ്യക്തികളെയോ വസ്തുക്കളെയോ നശിപ്പിക്കാതെ എങ്ങനെ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കോപത്തിൻ്റെ ഒരു ഗ്രാഫ് ഉണ്ട്, ഇങ്ങനെ നമ്മൾ ആങ്കർ കർവ് എന്ന് പറയും. ആങ്കറിൻ്റെ ഒരു കർവേച്ചറാണ് അത്. ദേഷ്യമുണ്ടാകുന്ന സമയം എനിക്ക് ദേഷ്യം വരുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയണം. ദേഷ്യപ്പെടാൻ തുടങ്ങുന്ന സമയം ഞാൻ ഇനിയിപ്പോൾ എന്തൊക്കെ പറയാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ബോധ്യം വേണം. സാധാരണഗതിയിൽ സാധനങ്ങളെടുത്ത് എറിഞ്ഞു പൊട്ടിക്കുന്ന ആളാണെങ്കിൽ മൊബൈലും സാധനങ്ങളൊക്കെ മാറ്റി വെച്ചോളണം. ഇങ്ങനെ ഒരു പ്രിപ്പറേഷനൊക്കെ വേണം. ഇങ്ങനെ കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഇമോഷൻസിനെ നമുക്കൊരു കുറച്ചുകൂടെ നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. സോ ഇമോഷൻസിനെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. ഒരു വ്യക്തിക്കുണ്ടാകുന്ന എല്ലാ ഇമോഷൻസും നല്ലതും മോശവും അതിനെ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഒരു വലിയ യാഥാർത്ഥ്യമാണ് ഇമോഷൻസ്. അത് വരും, അത് പോവുകയും ചെയ്യും. എന്നും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമോ? അത് പോവില്ലേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇമോഷൻസ് വരും പോകും, നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. നമ്മൾ ഒരു വലിയ റിയാലിറ്റിയോട് എതിരെ നിന്നാൽ ഇത് എനിക്ക് വരാൻ പാടില്ല, എനിക്കിങ്ങനെ സംഭവിക്കാൻ പാടില്ല, ഇങ്ങനെ ചിന്തിച്ചാൽ നമ്മൾ സംഘർഷത്തിലാവും. ഇതാണ് ഈ ബൗണ്ടറീസ് ഓഫ് അക്സെപ്റ്റൻസ് എന്നുള്ളതിൻ്റെ ഒരു പ്രധാന പോയിന്റ്. നമ്മുടെ തന്നെ ഇമോഷൻസിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഒരു പോയിന്റ് കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ലാത്തത് എവിടെയെന്ന് വെച്ചാൽ, നിങ്ങളുടെ പേഴ്സണൽ വാല്യൂ സിസ്റ്റത്തിനെയോ നിങ്ങളുടെ പേഴ്സണൽ ബൗണ്ടറീസിനെയോ
നിങ്ങളുടെ പേഴ്സണൽ ബിലീഫ് സിസ്റ്റത്തിനെയോ നിങ്ങൾ ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ കയറി നശിപ്പിക്കുന്ന പ്രവൃത്തികൾ ഒരാൾ ചെയ്യുമ്പോൾ അക്സെപ്റ്റ് ചെയ്യരുത്. ചെയ്യാൻ പാടില്ല. ചൂഷണത്തിനിരയാകുമ്പോൾ അക്സെപ്റ്റ് ചെയ്യരുത്. ഇതാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്. ചില ആളുകളില്ലേ അക്സെപ്റ്റ് ചെയ്ത് ചൂഷണത്തിൻ്റെ പടുകുഴിയിൽപ്പെട്ട് ചൂഷകർ മുതലാക്കി സഹിക്കൽ ചൂഷകർ മുതലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. എന്നിട്ട് ഇവർക്ക് മനസ്സിലായില്ല, ഇവർ വിചാരിക്കുന്ന ഇവർ എന്തോ ഒരു പുണ്യകർമ്മം ചെയ്യുകയാണ്, ഞാൻ എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നു ഇത്രയും മഹാമനസ്സുള്ള ഒരാള് ആണെന്ന്. അല്ല, അത് മഹാമനസ്സല്ലെന്ന്, അത് ഗതികേടാണ്. അതാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ വേറൊരാളത് വൃത്തിയായിട്ട് പറഞ്ഞു കൊടുക്കാണ്ടായിരിക്കണം. സോ അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ത്, അക്സെപ്റ്റ് ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ എന്ത് എന്നുള്ളത് ഓരോ കാര്യത്തിലും വളരെ ക്ലിയർ ആയിരിക്കണം. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ ശരിക്കും നമ്മുടെ മനസ്സ് ആഗ്രഹിക്കാത്തൊരു കാര്യത്തെ കണ്ടിന്യൂസ്ലി അക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നാൽ അത് ഗ്രാജുവലി ഡിപ്രഷനിലേക്കോ മറ്റോ പോകുന്നുള്ള ബോധം വേണം. ഇതിനെ സെൽഫ് ലോസ് എന്ന് പറയും, ഡിപ്രഷൻ്റെ ഒരു പ്രധാന കാരണമാണ്. അതുകൊണ്ട് അത് വരുന്നു എങ്കിൽ നിങ്ങൾ വായ തുറന്ന് പറയണം അവിടെ. ഇതാണ് ഇന്ന് നമ്മൾ ഈ ചർച്ചയിലെ മെയിനായിട്ടുള്ള ഒരു അഡ്വൈസ്. ഇതാണ്, നിങ്ങൾക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരുന്നു എങ്കിൽ അവിടെ വായ തുറക്കണം. ഒരു മനുഷ്യൻ വായ അടച്ചു വെക്കേണ്ട സ്ഥലത്ത് വായ തുറക്കുന്നതും വായ തുറക്കേണ്ട സ്ഥലത്ത് അടച്ചു വെക്കുന്നതും ഒരേപോലെ അപകടകരമാണ്. ക്ലിയർ? ഓക്കെ. അപ്പോൾ ബൗണ്ടറീസ് ഓഫ് അക്സെപ്റ്റൻസിനെ കുറിച്ചായിരുന്നു ഇന്ന് നമ്മൾ സംസാരിച്ചത്. എനിക്ക് തോന്നുന്നു ഏകദേശം ഈ അക്സെപ്റ്റ് ചെയ്ത് ഗതികെട്ട് സഹിച്ചൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് കൂടുതലും ഇത് മനസ്സിലാവും തോന്നുന്നു. മറ്റൊരു കണ്ടന്റുമായിട്ട് വീണ്ടും എത്താം. താങ്ക് യു സർ. ബൈ.